First proof is that people who fight the BJP, who genuinely fight the BJP, get attacked by the BJP. അതിന് ഏറ്റവും അടിസ്ഥാനപരമായ തെളിവ് എന്ന് പറയുന്നത് ബിജെപിയെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ബിജെപിയോട് പോരാടുന്ന എല്ലാവർക്കെതിരെയും ബിജെപി വലിയ ആക്രമണം അഴിച്ചുവിടും. They get threatened by the BJP. അവർ ബിജെപിയിൽ നിന്ന് അവർക്ക് നിരന്തരമായ ഭീഷണി നേരിടേണ്ടി വരുന്നുണ്ട്. I myself have been attacked. I have 36 cases on me. എനിക്കെതിരെ 36 കേസുകൾ ഉണ്ട്. എന്നെ തന്നെ ബിജെപി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I've been interrogated for 55 hours non-stop. ഞാൻ 55 മണിക്കൂർ ഇടതടവില്ലാതെ നിരന്തരമായി എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. So the first proof is that there is no attack on the chief minister of Kerala by the BJP. അതുകൊണ്ട് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ബിജെപിയുടെ ഒരു ആക്രമണവും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. Everybody knows that the LDF leadership is corrupt. എല്ലാവർക്കും അറിയാം ഇവിടത്തെ LDFന്റെ നേതൃത്വം അവർ കീഴടങ്ങിയിരിക്കുകയാണ്. There are cases ongoing, but there is no pressure on them from the BJP. There is no interrogation. There are no threats from the BJP on them. അവരുടെ നേരെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചോളം യാതൊരു ഭീഷണിയും ബിജെപിയുടെ നേരിൽ നിന്ന് അവർക്കൊരു ഭീഷണിയും നേരിടുന്നില്ല.